Hi everyone, welcome to my mother's kitchen. ഇന്ന് ഞാൻ ഉണക്കമീൻ ചേർത്തുള്ള ഒരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. പച്ചടി ഉണ്ടാക്കുന്നതിന് 1 കപ്പ് ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഉണക്കമീൻ വേണമെന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ വറക്കാൻ ഉപയോഗിക്കുന്ന പാത്രം നല്ല ചൂടായതിന്റെ ശേഷം വേണം മീൻ ചേർക്കാൻ. ചെമ്മീൻ ഇട്ടതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റൗ ഓൺ ചെയ്തിരിക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് ചെമ്മീൻ ചേർത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നമ്മൾ ഇളക്കി കഴിയുമ്പോൾ ഒരു വറുത്ത മണം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കിന് ചട്ടി സ്റ്റൗവിൽ നിന്നും മാറ്റാം, അല്ലെങ്കിൽ ചട്ടിയിൽ നിന്നും ചെമ്മീൻ മാറ്റി നിരത്തി ഒരു പാത്രത്തിൽ വെച്ചാൽ മതി. നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ക്ലീൻ ആക്കിയതിന് ശേഷം വേണം ചെമ്മീൻ ഇതുപോലെ വറുത്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെമ്മീൻ വറുക്കുന്നതിൻ്റെ സമയം നമ്മൾ ഉപയോഗിക്കുന്ന ചെമ്മീൻ്റെ വലിപ്പവും അതുപോലെ നമ്മളെടുത്തിരിക്കുന്ന ചട്ടിയുടെ ചൂടും ഒക്കെ അതനുസരിച്ച് ഓരോരുത്തരും അതിൻ്റെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. ഇതിപ്പോൾ ഒരു 6 മിനിറ്റായി. ഇത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കി സ്റ്റൗവിൽ നിന്നും ചട്ടി മാറ്റി തണുക്കാനായിട്ട് വെക്കുകയാണ്. നമ്മൾ ചെമ്മീൻ വറുത്തെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വാലും അതിൻ്റെ ചെറിയ കാലും ഇതുപോലെ പൊടിഞ്ഞ് ഇതിൽ കിടക്കും. പിന്നെ നമ്മൾ അങ്ങനെ വൃത്തിയാക്കാനായിട്ടൊന്നുണ്ട്. തണുത്ത് കഴിഞ്ഞിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഞെരടിയാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ വറുത്തപ്പോൾ തന്നെ അതിൻ്റെ വാലും ഇതുപോലെ എല്ലാം പൊടിഞ്ഞ് പോയതാണ്. പിന്നെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. അതിൻ്റെ ബാക്കിയുള്ളതും കൂടെ അങ്ങ് പൊടിഞ്ഞു പൊക്കോളൂ. ഈ ക്ലീനാക്കി ചെമ്മീൻ ഇനിയും പൊടിച്ചെടുക്കണം. നിങ്ങൾക്ക് മിക്സി ജാറിലിട്ട് പൊടിക്കാൻ, ഞാൻ പക്ഷേ കല്ലിലിട്ടാണ് ചവച്ചെടുക്കുന്നത്. ചെമ്മീൻ പൊടിച്ചെടുത്തു. ഇതുപോലെ നല്ല പൊടിയായിട്ട് പൊടിച്ചെടുക്കുക. പച്ചടിക്ക് 2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വിസ്ക് ചെയ്ത് എടുക്കണം. അധികം പുളിയില്ലാത്ത തൈരാണ് ഈ പച്ചടിക്ക് നല്ലത്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇനിയും ബാക്കിയുള്ള ചേരുവകൾ സ്വല്പം എണ്ണയിൽ വറുത്തെടുക്കണം. അതിന് ഈ ചൂടായ ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണയിലേക്ക് 3/4 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടത് ആണ് വഴറ്റുന്നത്. ചെറിയ ഉള്ളി ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 3 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്. ഇനി ചേർക്കുന്നത് ഒരു പച്ചമുളകാണ്. ഇത് തായ് പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള അനുസരിച്ച് ചേർക്കുക. ഞാൻ 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചെടുത്തത്. ഇത്രയും ഇട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗണിൽ വറുത്തെടുക്കുക. നിങ്ങൾ മുളക് ചേർക്കുമ്പോൾ പച്ചമുളക് തന്നെയോ അല്ലെങ്കിൽ ഉണക്കമുളക് തന്നെയോ വേണമെന്ന് വരികിലും ചേർക്കാം. ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ വഴറ്റുമ്പോൾ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇതേ പാകത്തിന് ഉള്ളിയും മുളകും ഇഞ്ചിയും വറുത്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് തൈരിലേക്കാണ് ചേർക്കേണ്ടത്. അതിനു മുൻപ് തൈരിൽ ചെമ്മീൻ പൊടിച്ചത് ചേർക്കണം. ഇനിയും വഴറ്റിയെടുത്ത ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും തൈരിലേക്ക് ചേർക്കണം. ഇനിയും ഇതിലേക്ക് ഉപ്പാണ് ചേർക്കേണ്ടത്. ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് ഈ പൊടിച്ച സാധനങ്ങൾ തൈരുമായിട്ട് മിക്സ് ചെയ്യണം. ഇനിയും ഇതിൽ കടുക് താളിച്ച് ചേർക്കണം. കടുക് താളിക്കുന്നതിന് ഈ തവയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക്, 1 തണ്ട് കറിവേപ്പില മുറിച്ചാണ് ഇടുന്നത്. ഇതിൽ ഞാൻ 2 ഉണക്കമുളകും കൂടെ ചേർക്കുകയാണ്. തൈരിൽ ചേർത്ത് കഴിയുമ്പോൾ വേണ്ടവർക്ക് എടുത്ത് കടിച്ച് തിന്നാം. ഇത് തൈരിലേക്ക് ചേർക്കുകയാണ്. ചെമ്മീൻ വറുത്ത് പൊടിച്ച ഈ പച്ചടി ചോറിനും പ്രത്യേകിച്ച് കപ്പ വേവിച്ചതിനും വളരെ നല്ലതാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക.